എനിക്ക് കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് അതില് ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഒരുപാട് താങ്ക്സ് ടു കൃഷ്ണേന്ദ്രേട്ടൻ. അദ്ദേഹമാണ് ജീവൻ കൊടുത്ത കുറെ ക്യാരക്ടേഴ്സ്. പുതുവേദം സാറിന്റെ എല്ലാ പടങ്ങളും പരിണയം ഇൻക്ലൂഡിങ് കബുളിയോ അല്ല മല്ലതള്ളം അതെല്ലാം. ഈ വിഷ്വൽസ് ഇങ്ങനെ തന്നെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ടോ? നന്നായിട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട്. കമൽ സാറുമായിട്ട് ഡയലോഗ്സ് ഇതാക്കുമ്പോൾ നമ്മൾ ഈ അറിയാണ്ട് മനസ്സിൽ വരുമല്ലോ, ഇദ്ദേഹം പുള്ളി ഇങ്ങനെ നോക്കുമെന്നെ. അപ്പം ഞാനൊരു കാര്യം പറയും, 2 തവണ നോക്കിയപ്പോൾ ലോകേഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത്രയ്ക്കൊരു ചെറിയ ടെൻഷൻ വേണ്ട, സത്യമായിട്ടും അഭിനയിച്ചതല്ല. കമൽ സർ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹി ലവ്സ് ടു ടോക്ക് ഇൻ മലയാളം. മാത്രമേ സംസാരിക്കും. നമ്മൾ പോകുന്ന ട്രാവൽ ആണെങ്കിൽ ആ ട്രാവലിൽ ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഒരു ജേക്കബിന്റെ സ്വർഗരാജ്യം പോലത്തെ ഫാമിലി ആയിരിക്കില്ല ഭൂരിഭാഗം പേരും. എല്ലാവരും പോകുമ്പോ അടിയും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പം ശ്യാം ചേട്ടനോട് പറഞ്ഞത്, വിനീത് ഒരു അണ്ടർലൈൻ സ്വീറ്റ്നെസ് ഉണ്ട്, അത് തന്നെ എടുത്ത് ദൂരെ കളയുന്നു. ഇത് ജസ്റ്റ് ബാങ്ക്ഡ് ഓൺ ടു മീ. ഒരു ഡാർക്ക് എവിടെയോ കിടപ്പുണ്ട്, അതിനെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ആദ്യം തന്നെ ഓക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ മങ്കീന്റെ എലിമെന്റെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. ഇതിനെ ഈസ് ആക്കിയിട്ട് കൊണ്ടുവന്ന് ബാലൻസ് ചെയ്തത് ആക്ച്വലി മങ്കി എന്നുള്ള ഒരു പ്രസൻസ് ആണ്. എന്റെ ക്യാരക്ടറിൽ ഞാൻ നഖം കടിക്കുക അല്ലെങ്കിൽ കൈകൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇത് എനിക്ക് സുരാജേട്ടന് പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ ഇതും കൂടെ വരുമ്പോൾ എവിടേക്കോ ഒരു ഇല്യൂഷൻ വരും, നമ്മൾ സെയിം ആയി എന്നുള്ളൊരു സാധനം വരും. ആ സമയത്ത് ഐ വാസ് ഓൾസോ ഓൺലി 16 or 17 ഒക്കെ ആവുന്ന ടൈമാണ്. മധുര 17 അത് കോമ്പിനേഷൻ നോക്കണേ, ലാലേട്ടൻ തിലകൻ, പൊന്നമ്മ ചേച്ചി, പത്മനാഭ സാറ്. ഞാൻ 10th കഴിഞ്ഞ് +1 പോകുന്ന സമയത്താണ് ഈ ക്യാരക്ടറിന് പോകുന്നത്. ഒരു ചായ കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പടം സൂപ്പർ ആകും എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. അതാണ് നമുക്കൊരു ടീസർ കാണാം. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പിറന്ന വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്രം. എക്കോ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ക്രൂ നമുക്കൊപ്പം ഉണ്ട്. വിനീത് ഉണ്ട്, ദിനിജിത്ത് ഉണ്ട്, നരേൻ, സന്ദീപ്. ഹായ് ഓൾ. ഹലോ. സന്ദീപ്, സന്ദീപാണ് ശരിക്കും ഈ ഭാരം ഏറ്റെടുക്കേണ്ട മനുഷ്യൻ. അതുകൊണ്ട് സന്ദീപ് നമുക്ക് തുടങ്ങാം. സന്ദീപ്, എക്കോ എന്താണ് പറ. എക്കോ ഒരു മിസ്റ്ററി പീരീഡ് ഡ്രാമ ജോണിൽ വരുന്ന ഒരു സിനിമയാണ്. ഇതില് ദിൻജിത്തേട്ടനും ബാഹുലേട്ടനും ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അവരിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു നെറേറ്റീവ് ആണ് എക്കോയിലൂടെ പറഞ്ഞു പോകുന്നത്. ആണ് എന്റെ സിനിമയുടെ എക്സ്പെക്ടേഷൻ കൂടുതലാണ്. അതെ, തീർച്ചയായിട്ടും. അത് കിഷ്കിന്ധാകണ്ഠം പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചെയ്ത സിനിമ അവരുടെ ടീമിന്റെ ഒരു സിനിമ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എനിക്കും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. അത് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സിനിമ വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പുറത്തുവന്ന ടീസർ കണ്ടപ്പോൾ തന്നെ ഞാൻ ദിനിജിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, മ്യൂസിക് ഒക്കെ നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ വന്നിട്ടുണ്ടെന്ന് പറയില്ലേ. അത് ആ ക്രിയേറ്റേഴ്സിന്റെ ഒരു ക്രാഫ്റ്റ് ആണത്, അങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാന്ന് പറയുന്നത്. അപ്പം എക്സ്പെക്ടേഷൻ ലെവലിൽ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി തന്നെ സന്ദീപിന്റെ ഒരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പടക്കളവും കൂടെ ഹിറ്റായ സ്ഥിതിക്ക് സന്ദീപിനും അങ്ങനെയുള്ള കുറച്ച് പേര് യങ്സ്റ്റേഴ്സ് ഈ പടത്തെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇത് അങ്ങനെ എന്താ പറയാ, എല്ലാ രീതിയിലും എല്ലാ ഓഡിയൻസിനും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഇതൊരു കൊമേഴ്ഷ്യൽ എന്താ പറയാ, ഈ പറയുന്ന സോക്കോൾ കൊമേഴ്ഷ്യൽ, ഈ പറയുന്ന അടിച്ചുപൊളി സിനിമയല്ല. ഡെഫിനറ്റ്ലി ഇതിനൊരു ഒരു ഒരു ഇന്റലക്ച്വൽ കൊമേഴ്ഷ്യൽ സ്പേസിലാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ എല്ലാ ഓഡിയൻസിനും ഈസിലി മനസ്സിലാവുന്ന രീതിയിൽ ആണ് നമ്മളിതിനെ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എക്കോ. അടിപൊളി. സന്ദീപിനെ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണല്ലേ സംവിധായകൻ? കുറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്പോയിലേഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വർത്താനം പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പം സത്യത്തിൽ ഇതിന്റെ ഒരു മേക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാട്ടിൽ നിങ്ങൾ എത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടേക്ക് എത്തിപ്പെടുക, ഇവർ കണ്ടുപിടിക്കുന്ന ലൊക്കേഷനിൽ ആർട്ടിസ്റ്റിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ആർട്ടിസ്റ്റ് മനസ്സമാധാനത്തോടുകൂടി അവിടെ വർക്ക് ചെയ്യണം. എങ്ങനെയായിരുന്നു? ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ നടന്നില്ലല്ലോ, ജീപ്പിൽ തന്നെ പോവാം. ബിക്കോസ് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. പിന്നെ ജീപ്പ് പോകുമ്പോഴാണ് മനസ്സിലാവുക. എനിക്ക് ആദ്യം ഞാൻ എന്തിനാണ് ജീപ്പ് ഇവിടെയല്ല, ഞാൻ പോയിക്കൊള്ളാം. പിന്നെ അതിനുള്ളിൽ കയറി കഴിയുമ്പോഴാണ് എൻ്റെ നടക്കാനൊന്നും പറ്റില്ല, അങ്ങനത്തെ സ്ഥലമാണ്. അല്ല അങ്ങനെ ക്രൂ വാസ് വെരി വെരി സപ്പോർട്ടീവ്. ആൻഡ് ജോക്സ് അപ്പാർട്ട്, ഇതിന്റെ സേഫ്റ്റി ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ജസ്റ്റ് ദി ആക്ടേഴ്സ്, ദ ടെക്നീഷ്യൻസ്, ദ ഹോൾ ക്രൂ
ഇവരെല്ലാം ഒരു വല്ലാത്ത ടെറൈനും ഒരു ക്ലിഫിന്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ടൊക്കെയാണ് അവർ ലൈറ്റൊക്കെ പിടിക്കുന്നത്. സോ അത് എവ്രിബഡി വാസ് കൺസേൺഡ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ആക്ടേഴ്സ്. വി വർ കൺസേൺഡ് അബൌട്ട് ആർട്ട് അസിസ്റ്റൻസ്. ഇപ്പോൾ ചില സ്ഥലങ്ങൾ ബിക്കോസ് ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പ്രേക്ഷകർക്ക് അറിയില്ല. ഈ ഡയറക്ടർ അല്ല അവിടെ അതാത് ഫീൽഡിലാണ്. ആ മറ്റേ മരത്തിന്റെ ആ ഭാഗം എന്ന് പറയുമ്പം അത് എന്ത് മരമാണോ, അത് എവിടെ, അതെങ്ങനെയാണ് ഇവര് ചാടിക്കയറി പോവുകയാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ഇസ്. അത് ഇന്ന് വരെ മനുഷ്യന്മാര് കാൽസ്പർശം നടത്താത്ത സ്ഥലമാണ്. അവിടെ എന്തൊക്കെ ജീവികളുണ്ടാവും, അവിടെ ഇനി ഗർത്തങ്ങളുണ്ടോ, ഇതൊന്നും അറിയില്ല. ഇവര് ബ്ലൈൻഡായിട്ട് പോകും. അത് എപ്പോഴും ഇവരെ വിളിച്ച് കോഷ്യസ് ആകാൻ പറയുമായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആൾക്കാരും. ഈവൻ ഐ യൂസ് ടു ഡു ദാറ്റ്. എപ്പോഴും ശ്രദ്ധിക്കണേ. അയ്യോ ബിക്കോസ് അല്ല, പക്ഷെ എന്താ വെച്ചാൽ അത് ആ ഇൻവോൾവ്മെന്റ് ആണ്. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ ഈ അനിഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു ശക്തിയാണ്. ഒരു സുപ്രീം പവർ ദാറ്റ്സ് ഗൈഡിങ് അസ്. പക്ഷെ വെൻ യു കം ടു റിയാലിറ്റി ആ കെയർ എല്ലാവരിടത്തും ഉണ്ട്. അത് ആക്ടേഴ്സിനും ഉണ്ട്, ചീഫ് ടെക്നീഷ്യൻസിനായാലും ജൂനിയർ ടെക്നീഷ്യൻസിനായാലും. അവരോടും ഇപ്പം വെള്ളത്തിലൊക്കെ ഏത് സമയവും ചാടി ഭയങ്കര തണുപ്പും അതും ഇതും. ഇപ്പം പല സ്ഥലങ്ങളിൽ ബോട്ട് പിടിക്കാൻ, അങ്ങനെ പല സീക്വൻസസ് ഉണ്ട് അതിൽ. അതിലൊക്കെ ഇവർ ഒരു തരത്തിലുള്ള ഒരു ഫസ്സോ ഇതും ഇല്ലാതെ എന്നിട്ട് അല്ലേ നനഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് ആ മഴയത്ത് ത്രൂ ഔട്ട്. ഞാൻ പോയി പറയും, ഞാൻ കോസ്റ്റ്യൂമിൽ പോയി പറയും, നിങ്ങൾ ഒരു ടീഷർട്ട് കൊണ്ടുവന്ന്. ബിക്കോസ് ഇത് ഒന്നാമത് ആക്സസ് എല്ലാം ഭയങ്കര ദൂരെയാണ്. അവരവരെ കോസ്റ്റ്യൂം മാൻ അങ്ങ് അവിടെയുള്ളത് അവിടുന്ന് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടുന്ന് ഫോൺ സിഗ്നലും ഇല്ല. എന്നിട്ട് അവരാ നനഞ്ഞു നിട്ടിട്ടിരിക്കും. സോ അങ്ങനെയൊക്കെ ഭയങ്കര അത്. പക്ഷെ ആർട്ട് അസിസ്റ്റന്റ് ആണ് വെള്ളത്തിന്റെ മീൻസ് അവർ നമ്മള് കുറച്ച് സീക്വൻസ് ഉണ്ട് തോണിയിലുള്ളത്. അപ്പൊ ഈ തോണി ഇങ്ങനെ ഒഴുകിപ്പോവല്ലോ. അപ്പൊ ഇവര് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ക്യാമറയില് നമ്മള് വിഷ്വലി ഇതിനെ മാസ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അത് എത്ര സമയം? അത് ഞങ്ങള് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇവര് ഈ നനഞ്ഞ സാധനത്തിൽ വെള്ളത്തിൽ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഒരേ കടലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അന്ന് എന്തുകൊണ്ടാണ് ജയനെ ഒഴിവാക്കിയെന്നുള്ളൊരു ചോദ്യം മീര ജാസ്മിൻ ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നരേൻ പറഞ്ഞു ശ്യാം സാറിനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി ശ്യാം സാറിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞു വെബ് സീരീസ് ആയിരുന്നെങ്കിൽ ജയന്റെ ജീവിതം കുറെ കൂടെ നമുക്ക് വിപുലമായി കാണിക്കാമായിരുന്നു. അപ്പൊ ഒഴിവാക്കിയാലൊരു സങ്കടം ഉണ്ടേ സാറിന് എന്ന് ഞാൻ ഉത്തരം പറഞ്ഞില്ല. ഉത്തരം പറഞ്ഞില്ല. പറഞ്ഞു ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും ഇപ്പോൾ അതിലെ നാഥനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി സംസാരിച്ചെങ്കിലും നരേന്റെ കാര്യത്തില് വെബ് സീരീസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ വ്യാഖ്യാനിക്കണം അർത്ഥം എന്താണ് എടുക്കേണ്ടത്. അതെ 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 ജയന്റെ കുറച്ചുകൂടെ കഥ പറയാമായിരുന്നു. അപ്പൊ അതിന്റെ സാധ്യത നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ശ്യാം സാറിന്റെ അടുത്ത് വിനീതിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരികയില് നമ്മുടെ ആ ഒറ്റ സീനിന്റെ കൊറിയോഗ്രാഫി ഉണ്ടല്ലോ മമതയായിട്ടുള്ള ആ കൊറിയോഗ്രാഫി സാറിന്റെ മാനറിസം ആണോ അനുകരിച്ചത് വിനീത് അനുകരിച്ചതെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. പറഞ്ഞു എന്റെ മാനറിസം ആണോ വിനീത് അത് അനുകരിച്ചതെന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ട് വിനീത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ഒരു കൊറിയോഗ്രാഫി ഇല്ലേ അത് ഭയങ്കര അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെയായിരുന്നു. ആൻഡ് മാനറിസംസ് മാത്രമല്ല, ശ്യാം ചേട്ടന്റെ ഒരു യു വർക്ക് വിത്ത് ഹിം ലൈക്ക് അദ്ദേഹത്തിന്റെ ഒരു ഹി ഹാസ് എൻ ഇൻക്രെഡിബിൾ ഒരു വേ ഓഫ് ഹാൻഡ്ലിങ് ആക്ടേഴ്സ് ബൈ ജസ്റ്റ് ടെല്ലിങ് യു വാട്ട് ഇറ്റ് ഇസ്. അദ്ദേഹം ഹീസ് എ ഫാന്റാസ്റ്റിക് പെർഫോമർ ഫ്രം സ്കൂൾ ഓഫ് ഡ്രാമ ട്രെയിനിങ് കൊണ്ട് അഭിനയിച്ച് അങ്ങനെ കാണിച്ചു തരൂല. അദ്ദേഹം ഹീൽ എക്സ്പ്ലെയിൻ ടു യു. എന്നോട് ആദ്യത്തെ ഡയലോഗ് ബിക്കോസ് അതിലൊരു കുറച്ചൊരു എക്സെൻട്രിക് ഫെല്ലുവാ എൻ്റെ ക്യാരക്ടർ നെഞ്ചത്ത് ഇതില് അരികയില്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പോയപ്പം ശ്യാം ചേട്ടനോട് പറഞ്ഞത് വിനീത് ഒരു അണ്ടർലൈൻ സ്വീറ്റ്നെസ് ഉണ്ട്, അത് തന്നെ എടുത്ത് ദൂരെ കളയുന്നു. ഇത് ജസ്റ്റ് ബാങ്ക്ഡ് ഓൺ ടു മീ ലൈക്ക് സർട്ടൻ തിങ്സ് വെൻ ഒരു ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുമ്പം അപ്പൊ അതങ്ങോട്ട് ദൂരെ എടുത്ത് അങ്ങോട്ട് ചുറ്റിട്ട് പ്ലസ് എന്ന് വിചാരിക്കുന്ന കാര്യം അങ്ങനെ അതെടുത്ത് കളയാ. അതായിരുന്നു ശ്യാം ചേട്ടൻ. പിന്നെ എല്ലാം ഡയലോഗ് മോഡുലേഷനും എല്ലാം ഇറ്റ് വാസ് എ ടഫ് സീക്വൻസ് ആക്ച്വലി. അദ്ദേഹം ഭയങ്കര രസത്തിൽ മോൾഡ് ചെയ്തിരുന്നത് ആൻഡ് പെർഫോം ചെയ്ത് കാണിച്ചില്ലെങ്കിലും അതിന്റെ ദറ്റ് ഗ്രാഫ് അത് എങ്ങനെയാണ് ആ പ്രോസസ് ഓഫ് ഗോയിങ് ബിക്കോസ് ഇവൻ ഹി ഫിസിക്കലി കൈൻഡ് ഓഫ് അതിന്റെ ഇടയ്ക്ക് സ്മോക്കിംഗ് ഉണ്ട്, ഇതിന്റെ കൂടെ ഡയലോഗ് ഓൾ ദാറ്റ് വാസ് ദാറ്റ്. സോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ആ ഗ്രാഫ് പറഞ്ഞു തരും.
പിന്നെ അങ്ങനെ അങ്ങ് ചെയ്തു. അതങ്ങനെയാണ്. അസാധ്യമായിട്ടോ? താങ്ക് യു. അത് ഞാൻ എപ്പോഴും പറയും, ശ്യാം സാറിനെ അല്ലാതെ പേഴ്സണലി ഞാൻ സംസാരിച്ചൊരു സാധനമാണ് അതിന്റെ ഒരു കൊറിയോഗ്രാഫിയെ കുറിച്ച്. അത് സിങ് സൗണ്ട് ആയിരുന്നു. അതെ അതെ, അതെ, നന്നായിട്ട് വന്നിട്ടുണ്ട്. കിഷ്കിന്ധാണ്ട നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല സത്യം പറഞ്ഞു. നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉത്തരം MD സാറിന്റെ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ആ ജോണറിലൊരു പടം കാണുന്നത് കിഷ്കിന്ധാണ്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആവേശകരമായ ചർച്ചകൾ പലപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ നടത്താറുണ്ട്. അത്തരം ഒരു ജോണർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാം, ഇത് സക്സസ് ആവും. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെ നിങ്ങൾ ഈ ടെൻഷൻ മറികടന്നു എന്നും ഇത് സക്സസ്സിലേക്ക് എത്തിയെന്നും എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും കിഷ്കിന്ധാണ്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? ഇല്ല, നമ്മളങ്ങനെ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആലോചിച്ചിട്ട് ഒരു പടം ആലോചിച്ചിട്ടൊന്നുമല്ല അതിനെ അപ്രോച്ച് ചെയ്തത്. നമുക്കൊരു ജെന്യൂൻ ആയിട്ട് ഓക്കെ എവിടെ ഇമോഷൻസ് വേണം, ഏത് രീതിയിൽ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഭാവനായാലും എനിക്കല്ല, നമ്മൾ മോസ്റ്റ്ലി നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റോറി, ഒരു നെറേറ്റീവ് സ്റ്റൈൽ ഇങ്ങനെയാണ് വേണ്ടതെന്നല്ല. ഇതിൽ എക്കോലും അങ്ങനെ തന്നെയാണ്. അത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിരുന്നു. ഓക്കെ ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് പാറ്റേൺ, ഇങ്ങനെയായിരിക്കും ആൻഡ് ഈ രീതിയിലാണ് ഇമോഷൻസ് പോകേണ്ടത് എന്നുള്ള ഫസ്റ്റേ പ്രീ പ്ലാൻഡ് ആയിരുന്നു. എഡിറ്റിംഗ് ടേബിൾ വന്നിട്ട് ഒബ്വിയസ്ലി നമ്മൾ കുറേ ചേഞ്ചസ് ഉണ്ടാവും. നമ്മളെ ഇപ്പം കിഷ്കിന്ധാണ്ട പോലത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എന്താ നോക്കിയിട്ടുള്ള ഒരു ട്രോമ ബേസ്ഡ് ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മളൊരു പോസിറ്റീവ് നോഡിലാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അത് പെട്ടെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു മകൻ മരിച്ചിരിക്കുന്നു എല്ലാം നോക്കിയിട്ടുണ്ട്. അതൊരു ഒരു ഡാർക്ക് എവിടെയോ കിടപ്പുണ്ട്. അതിനെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്ന നമ്മൾ ആദ്യം തന്നെ ഓക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ മങ്കീന്റെ എലിമെന്റെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെ ഈസ് ആക്കും. ഇപ്പൊ നമ്മള് എവിടെയോ കിടക്കുന്ന ഒരു ഇതിനെ ഈസ് ആക്കിയിട്ട് കൊണ്ടുവന്ന് ബാലൻസ് ചെയ്തത് ആക്ച്വലി മങ്കി എന്നുള്ള ഒരു പ്രസൻസ് ആണ്. അപ്പോൾ അതെല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു അത് സക്സസ് ആയി എന്നുള്ളതാണ്. റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു സക്സസ് ആയി. റീവാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളിൽ ഒന്നാണ്. അത് ഒരുപാട് പേര് ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സിനിമ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, വന്നിട്ട് പല ഡയമെൻഷനിൽ നിന്ന് അത് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയാം. നിറയെ ശരിക്കും ആ സിനിമയാണോ ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഈസി ആക്കിയത് ഇവർക്ക്? ഉറപ്പായിട്ടും ഇതുകൊണ്ട് നമ്മളെല്ലാവർക്കും അങ്ങനെയായിരുന്നു. ആ സിനിമ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇൻവിറ്റേഷൻ അല്ലേ നമുക്ക്, അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് അവരുടെ പടത്തിന് ആക്ച്വലി സാഗർ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് വഴിയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള എന്താണ് ക്യാരക്ടർ എന്ത് തന്നെയായാലും പിന്നെ നമുക്കൊരു ആകാംക്ഷയാണ് എന്താണത് ക്യാരക്ടർ എന്തായിരിക്കും. കാരണം പ്രത്യേകിച്ച് കിഷ്കിന്ധാണ്ട കണ്ടതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത പടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കും ഉണ്ടാവുമല്ലോ. സോ നമ്മൾ വിളിച്ച് സംസാരിച്ചു ദിൻജിത്തിനായിട്ട്. അപ്പോൾ ദിൻജിത്ത് പിന്നെ സ്ക്രിപ്റ്റ് തന്നു. എൻ്റെ സ്ക്രിപ്റ്റ് തന്നപ്പോൾ പിന്നെ ഭയങ്കര അതൊരു നമുക്ക് ചില സമയത്താണ് ഈ ഭയങ്കര ചില കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളിക്കോപ്പ് കിട്ടുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് യു ലവ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫുൾ വെൻ യു ഗോ ത്രൂ ഇറ്റ് അത് ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അൺയൂഷ്വലായിട്ടൊരു റൈറ്റിംഗ് ആണ്, ജോണർ പുതുതാണ്, അതിൻ്റെ ഒരു പ്രിമൈസസും പുതുതാണ്, ക്യാരക്ടേഴ്സിന് എല്ലാറ്റിനും ഒരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ച് തീരുമ്പോൾ തന്നെ അറിയാം ഒരു നല്ലൊരു സംഭവമാണത്. പക്ഷെ നിങ്ങൾ മേക്കേഴ്സ് കൂടെയാണ്. അതെ, അപ്പോൾ അതാവുമ്പോൾ ഇതിൽ അതൊന്ന് അപ്പോൾ ഇത് വായിക്കുമ്പോൾ അത് പിന്നെ എപ്പോഴും ഉണ്ട് ഈ അത് നമ്മൾ ഓരോ ലൈൻ പോകുമ്പോഴും കുറച്ച് 2 പേജ് കഴിയുമ്പോൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതുവരെ. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലുണ്ടോ ഇവർ പക്ഷെ അത് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഇപ്പോൾ ഇത് ന്യൂ കമേഴ്സ് ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളിത് പലരും ധൈര്യപ്പെട്ടിട്ട് നമുക്ക് പറയാം നമുക്ക് വി കാൺട്ട് ഹാവ് കോൺഫിഡൻസ് എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ വി ഹാവ് ഓൾറെഡി സീൻ ദെയർ വർക്കിൽ. അപ്പോൾ അതൊരു ആൻഡ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീസർ കാണുമ്പോൾ നമ്മളതിൻ്റെ ഒരു ലൈക്ക് വെൻ യൂസ് ഫ്രം ദ ബിഗിനിങ് ടു ദിസ് തിങ് കാണുമ്പോഴത്തെ ഒരു ഹൈ ഉണ്ടല്ലോ, അതവർ മനോഹരമായി ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ക്യാമറയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഇതവരെ എങ്ങനെ പ്ലേസ് ചെയ്യും എന്നൊക്കെയുള്ള? അതുണ്ട് എപ്പോഴും. പിന്നെ ഇവർ ബാഹുൽ തന്നെ റൈറ്റർ ആയതുകൊണ്ട് ബാഹുലിൻ്റെ അത് കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ വർക്ക്, അവർ തമ്മിലൊരു കംഫർട്ട് സോൺ ഭയങ്കരമാണ്. അപ്പോൾ അധികം ഇവർ അങ്ങനെ സംസാരിച്ച് ഒന്നും അധികം കാണാറില്ല. ഇവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ വാക്കി ടോക്കി തമ്മിലുള്ള ബഹളമൊന്നുമില്ല സെറ്റിൽ. വളരെ ശാന്തമായൊരു
സെറ്റാണ്. അപ്പോൾ ആൻഡ് ഫാസ്റ്റ് വർക്കുമാണ് അതുകൊണ്ട്. അപ്പോൾ ഇവരായതുകൊണ്ടായിരിക്കും ഇത്രയും ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ടാവും ഫാസ്റ്റ് വർക്ക്, എല്ലാ ചാലഞ്ചസും മറികടന്ന്. അപ്പോൾ അത് പിന്നെ വിഷ്വലി ബാഹുൽ വാസ് വെരി ഷാർപ്പ്. അവിടെ അതൊരു വളരെ അൺയൂഷ്വൽ സാധനമാണ്. വിഷ്വൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയലോഗ്സ് കറക്റ്റാണോ, സാധാരണ ക്യാമറമാൻ അല്ലാതെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ എഴുതിയത് കൊണ്ട് ഇവിടെ മൈൻഡിൽ ഇത് വളരെ എല്ലാ ഡയലോഗും ഓർമ്മയുണ്ട്, എല്ലാവരുടെയും എല്ലാ ഡയലോഗും ഓർമ്മയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തെറ്റിക്കുമ്പോൾ അപ്പം തന്നെ പുള്ളി കട്ട് പറയും, അല്ലെങ്കിൽ പുള്ളി ഇത് അങ്ങനെയല്ല ചേട്ടായത്. അപ്പോൾ അതും നോക്കണം, ഈ പറഞ്ഞ പോലെ ലൈറ്റിങ്ങും ഇത് ഇറ്റ്സ് നോട്ട് ഈസി. അത് സന്ദീപ് ശരിക്കും ഈ പടക്കളത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ കാണിക്കണം. അത് എങ്ങനെയാണെന്ന് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്കഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. അതിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ഇയാൾ മാറുന്ന ശേഷമുള്ള പരിപാടി ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സാധനമാണ്. പല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് നമുക്ക്, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. ആ സമയത്ത് സന്ദീപിൻ്റെ മനസ്സിൽ എന്തായിരുന്നു അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ? അത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതാണോ പരിപാടി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട്. എന്താണ് എക്സാക്ട് പരിപാടി എന്നുള്ളത്? അതെ, കാര്യം ചില സമയത്ത് നമുക്ക് എല്ലാത്തിനും റെഫറൻസ് പോയിന്റ് കിട്ടില്ല. ഇപ്പം ഷറഫിക്ക ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ചില കാര്യം നമ്മൾ ഇതിലേക്കുള്ളൊരു അപ്രോച്ച് റെഫറൻസ് ഇല്ലാതെ നടക്കില്ല. കാര്യം ഷറഫിക്ക ചെയ്ത് വെച്ചേക്കുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം പുള്ളി ചെയ്ത കാര്യമാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. അപ്പം ഡെഫിനറ്റ്ലി പുള്ളി ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണും. പക്ഷെ എപ്പോഴും എനിക്കത് എല്ലാ ഷോട്ടിന് മുന്നേയും എനിക്കത് നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കീ എലമെന്റ്സ് ഉണ്ടാവും, പുള്ളി ഇട്ട് വെച്ചിട്ടുള്ളതാവുന്ന കീ എലമെന്റ്സ് നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ക്യാരക്ടറിൽ ഞാൻ നഖം കടിക്കുക അല്ലെങ്കിൽ കൈകൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇത് എനിക്ക് സുരാജ് ചേട്ടന് പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ ഇതും കൂടെ വരുമ്പോൾ എവിടേക്കോ ഒരു ഇല്യൂഷൻ വരും, നമ്മൾ സെയിം ആയി എന്നുള്ളൊരു സാധനം വരും. അപ്പോൾ ഈ ഇല്യൂഷൻ നമുക്ക് ഈ ചെറിയ ചെറിയ കീ എലമെന്റ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡയലോഗ് ഡെലിവറിയിലല്ലാതെ ബോഡിയിൽ. അപ്പോൾ അതേപോലെ തന്നെ ഷറഫിക്ക തന്ന സാധനമാണ് ആ ഈവിൽ ചിരിയില്ലേ. അപ്പൊ ആ ഒരു ചിരിച്ചിട്ട് പോകുന്നത് ഷറഫിക്ക കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പിന്നെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. സുരാജേട്ടൻ എന്ത് ചെയ്തതായിരിക്കാം ഷറഫിക്ക പിന്നെ പിടിച്ചു തുടങ്ങി എന്നുള്ളത്. അപ്പം ബേസിക്കലി നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ളത് ഇതാണ്, എന്താണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പുതിയ. എൻ്റെ കഥാപാത്രം ഞാൻ ജിതിനായിട്ട് വന്നപ്പോൾ ഞാൻ ജിതിന് കൊടുത്ത എന്താണോ സുരാജേട്ടൻ എന്താണ് കൊണ്ടുവന്നത്, രഞ്ജിത്തിന് ഷറഫിക്ക എന്താണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത് 3ഉം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് സ്ക്രീൻ എക്സ്ചേഞ്ച് ചെയ്തു. അത് പിന്നെ നമ്മുടെ രീതിയിൽ ആ എസെൻസിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് പ്രോസസ് എന്ന് പറയാം. ആണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ ഫാലിമി അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചൊരു പടമല്ല, പക്ഷെ അത് നല്ല സുഖമുള്ള രസമുള്ളൊരു പടമാണ്. നമ്മൾ ഈ പറയുന്ന ആവർത്തിച്ച് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആ പടത്തിലുള്ളത്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. ഈ ഫാലിമി പോലൊരു സിനിമ എത്രത്തോളം നമുക്ക് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റാത്തൊരു ജോണറാണ് അത് വന്നത്. പക്ഷെ അത് ആൾക്കാർ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നൊരു സന്തോഷമുണ്ട്. അതിൽ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ കഴിയുന്ന എലമെന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഫാലിമിയും സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ആലപ്പുഴ ജിംഖാന നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഫാലിമി എങ്ങനെയായിരുന്നു സന്ദീപ് കൺസീവ് ചെയ്തത്? ആ സമയത്ത് എന്തായിരുന്നു ആ ഒരു മനസ്സിലെ ഡിസ്കഷൻ ഒക്കെ? അല്ല, ഫാലിമി ഞാൻ അതിൻ്റെ ഒരു ബേർത്ത് തൊട്ടുണ്ട്. നിതീഷേട്ടൻ എനിക്ക് അതിന് മുന്നേ അറിയാം. അപ്പൊ നിതീഷേട്ടൻ ആദ്യം ഇതിന്റെ ഒരു ഫസ്റ്റ് തോട്ട് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ പ്രോസസ്സിലൊക്കെ ഞാനും ഉണ്ട്. നമ്മൾ സംസാരിക്കും, പുള്ളി സീൻസ് ഡിസ്കസ് ചെയ്യും, ഞാനും ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്കിൽ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് നിതീഷേട്ടനെ അറിയാം എങ്ങനെയായിരിക്കും പുള്ളി ആസ് എ മേക്കർ. പുള്ളി ഭയങ്കര ബ്രില്യൻ മേക്കറാണ്. അപ്പോൾ പുള്ളി അത് എടുത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഫ്രം ദ വെരി ബിഗിനിങ് എനിക്ക് ആ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് പേഴ്സണലി, ഞാൻ അഭിനയിക്കുന്നതിന് മുന്നേ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലും ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ളത് ഇപ്പം രജിസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് പക്ഷെ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്കിത് വർക്കാവും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ അപ്പൂപ്പനുണ്ട്, ആ ഏജ് കാറ്റഗറിക്ക് നമ്മൾക്ക് എടുത്തു. അമ്മയുണ്ട്, അച്ഛനുണ്ട്, യങ്സ്റ്ററിന്റെ ഏജ് ഞാൻ എടുക്കും. അപ്പൊ എല്ലാ ഏജ് ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയുടെ മൊത്തം ഒരു ജോണർ എടുത്ത് നോക്കിയാലും ഒരു ഫാമിലി
ഒരു ട്രാവൽ പോകുന്നതാണ്. ഉം. അങ്ങനെ ചെയ്യാത്ത ഒരു ഫാമിലിയും ഉണ്ടെന്ന് അതെ, അതെ, എനിക്ക് അതെ, അതെ. തോന്നുന്നില്ല. അതിലുണ്ടാകുന്ന നിങ്ങൾ issues- അവിടെ എവിടെയൊക്കെ പോയി നിൽക്കുന്നത് ഭയങ്കര രസമാണ്. അതെ പോസ്റ്റേഴ്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതെ. ഉം. അപ്പൊ ഇത് നമ്മൾ പോകുന്ന ട്രാവൽ ആണെങ്കിലും ആ ട്രാവലിൽ ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഒരു ജേക്കബിന്റെ സ്വർഗരാജ്യം പോലത്തെ ഉം. ഫാമിലി ആയിരിക്കില്ല ഭൂരിഭാഗം പേരും. എല്ലാവരും പോകുമ്പോ അടിയും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം. അപ്പൊ അതെല്ലാം റിലേറ്റ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. ഉം. പിന്നെ ആഫ്റ്റർ ഓൾ ആർട്ടിസ്റ്റ് ജഗദീഷ് ചേട്ടൻ, മഞ്ജു ചേച്ചി, ബേസിൽ ജോസഫ്, ഇവര് മൂന്നുപേരാണ് എൻ്റെ കീ സെല്ലിംഗ് പോയിന്റ്. അപ്പൊ ഇവരെല്ലാവർക്കും ഇഷ്ടമുള്ള ഓഡിയൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഉം. അപ്പൊ ഇവരിലൂടെ എന്നെയും ഇഷ്ടപ്പെട്ടോളും ഓ. എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല ക്യാരക്ടർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതെ. എല്ലാവർക്കും നിങ്ങളുടേതായ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു നല്ല രസമുള്ള സാധനമായിരുന്നു. തീർച്ചയായിട്ടും. അത് ഒരു പോയിന്റ് ആണ്. ഇപ്പൊ ബേസിലേട്ടനോടുള്ളൊരു സ്നേഹം ഉം. അനിയനായിട്ട് ഞാൻ വരുമ്പോ പുള്ളിയോടുള്ള സ്നേഹം എനിക്കും കൂടെ കുറച്ച് ഷെയർ ചെയ്ത് കിട്ടും. ആ, അതൊരു ഭാഗ്യം കൂടിയാണ് അങ്ങനെ അനിയനാവാൻ പറ്റിയത്. തീർച്ചയായിട്ടും. അടിപൊളി. അല്ല, സന്ദീപിനെ നമ്മൾ നോട്ടീസ് ചെയ്തത് മെയിൻ ആ. ഞാൻ നോട്ടീസ് ചെയ്തത് ആക്ച്വലി ഫാലിമിലൂടെയാണ്. ആ. എന്താ പറയുക, അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലേക്ക് പോയി. ഈ കെയ്തി പോലെയുള്ള വലിയ സിനിമ, വിക്രം പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ അതിന്റെ ക്രൂ എന്ന് പറയുന്നത് വലുതായിരിക്കും. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വിക്രത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന ആർട്ടിസ്റ്റുകളാണ് അതിനകത്തുള്ളത്. ഇവരുടെ കൂടെ നിന്നിട്ട് നമ്മളൊരു പടം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമ്മൾ എങ്ങനെ പിടിക്കുമെന്ന് പോലും നമുക്ക് ഇവരെ കൂടെ നിൽക്കണം എന്നുള്ളതും, എന്നാൽ അവരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. അതിൻ്റെ ഒരു ആശ്വാസവും കിട്ടും. ആ സമയത്തൊക്കെ ശരിക്കും കംഫർട്ട്നെസ് ആണോ അനുഭവിക്കുക, അതേ അതിൻ്റെ കൂടെ നമ്മൾ പിടിക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ? നമ്മുടെ മനസ്സിൽ എന്താണ് തോട്ട് പ്രോസസ്സ്? എനിക്ക് അതിൽ ഈ പടത്തിൽ വിക്രം പടത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ചെറുപ്പം മുതലേ ആരാധിക്കുന്ന കമൽ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു എൻ്റെ സീക്വൻസുകൾ മെയിൻലി. അപ്പോൾ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്തത്. എനിക്ക് കമൽ സാറിൻ്റെ സ്പേസാണ് കൂടുതലുള്ളത്. അപ്പം എനിക്ക് അതൊരു ഉള്ള സമയത്ത് ഞാൻ ഇത്രയൊന്നും ചിന്തിക്കാതെ, ഈ ചോദിച്ച ചോദിക്കാതെ പോലെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ, ഞാൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിനുമായിട്ട് മാക്സിമം സമയം ചെലവഴിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഓഫ് ദ ക്യാമറ. അപ്പോൾ സംശയം തോന്നും നമുക്ക്, കാരണം അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യണോ, കാരണം പുള്ളി എപ്പോഴും ഇരുന്ന് വായിക്കുകയായിരിക്കും. അത് മറ്റേ ഐപാഡിൽ എന്തെങ്കിലും ഇരുന്ന് വായിക്കാൻ. ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ആദ്യം മാത്രമേ ഹെസിറ്റേറ്റ് ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ അപ്പോൾ വരും. കാരണം അറിയാം. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കോമൺ ടോപ്പിക്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം, എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളി ചെയ്ത പല സിനിമകൾ, അതിലാരാണ് കൊറിയോഗ്രാഫി ചെയ്ത്, ഇതെങ്ങനെയാണ് ചെയ്ത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കഥകളും. അദ്ദേഹം ആദ്യം ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഡയറക്ടർ അടുത്ത് വന്ന് ആദ്യം സിനിമ അഭിനയിക്കാൻ വരുന്നത് നായകനായിട്ട് ചെയ്യുന്ന ആദ്യത്തെ പടം മുതൽ, പിന്നെ തമിഴിൽ പുള്ളിയുടെ ഒരു വലിയൊരു ലേണിംഗ് ആയിരുന്നു കെ ബാലേന്ദർ സാറിൻ്റെ കൂടെ പുന്നകി മന്നനിൽ ചാർലി ചാപ്ലിൻ്റെ സീക്വൻസ് ഷൂട്ട് ചെയ്ത കാര്യം, പാട്ട് ഷൂട്ട് ചെയ്ത കാര്യം, അതൊക്കെ വളരെ റെയർ സംഭവങ്ങളത്. പുള്ളി പറഞ്ഞ് എൻ്റെ ഡിഗ്രി പഠിത്തതായിരുന്നു. പിന്നെ ഹി ഹാഡ് ടു കൊറിയോഗ്രാഫ് ദാറ്റ്. അദ്ദേഹം കൊറിയോഗ്രാഫ് ചെയ്തു. ചാർലി ചാപ്ലിനായിട്ട് പുള്ളി പെർഫോം ചെയ്യുമ്പോൾ കെ ബി സാറ് പറയണത്രേ, കമൽ അത് சரியாக வரல, அது ஸ்லோவாக இருக்கு, ரொம்ப ஃபாஸ்ட். അപ്പോൾ പുള്ളി സാർ അത് ചാപ്ലിൻ അത് പിന്നെ പറഞ്ഞു, അതല്ല സാർ, അത് നമ്പർ ഓഫ് ഫ്രെയിംസ് വേറെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, നമുക്കത് ചെയ്യാം, പക്ഷെ ഇത് പാട്ട് പാടി ചെയ്യണം. അങ്ങനെ പിന്നെ അത് പുള്ളി അവിടുത്തെ നാഗര വാങ്ങി പഠിച്ചിട്ട് വേണം പുള്ളി അത് ചെയ്യണം. ഇങ്ങനത്തെ ഓരോ പ്രോസസ്സുകൾ. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറേ, പിന്നെ പുള്ളി ബുക്സ് വായിക്കേണ്ടത്, പിന്നെ ഇൻ്റർനാഷണൽ സിനിമയെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ അതിൻ്റെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിളും ആയിരുന്നു. പിന്നെ ഞാൻ പിന്നെ ലൊക്കേഷൻ്റെ സെറ്റ് ആയതുകൊണ്ട് എനിക്ക് ഓൾറെഡി മുമ്പ് വർക്ക് ചെയ്ത് വലിയൊരു റോളാണല്ലോ കൈദിയിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് എനിക്കതൊരു പ്രഷറായിരുന്നില്ല. പക്ഷേ എങ്കിലും കമൽ സാറുമായിട്ട് ഡയലോഗ്സ് ഇതാക്കുമ്പോൾ നമ്മൾ ഈ അറിയാണ്ട് മനസ്സിൽ വരുമല്ലോ, ഇദ്ദേഹമാണ് ഇദ്ദേഹം. അപ്പം ഞാനതിൽ 1-2 ഇൻ്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ നോക്കി, പുള്ളി ഇങ്ങനെ നോക്കും എന്നെ. അപ്പം ഞാനൊരു കാര്യം പറയും. അപ്പോൾ ഈ നോട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് പതറും. നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷേ അപ്പോൾ 2 തവണ നോക്കിയപ്പോൾ ലൊക്കേഷൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത്രയ്ക്കൊരു ചെറിയ ടെൻഷൻ വേണ്ട, കാരണം നിങ്ങളും പോലീസ് വലിയൊരു ഇൻസ്പെക്ടർ അല്ലേ നിങ്ങൾ. ഞാൻ പറഞ്ഞു, സത്യമായിട്ടും അഭിനയിച്ചതല്ല, ഇത് വരുന്നതാണ്, അത്രയ്ക്ക് എവിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അമ്മ സാർ ഓക്കെ
അതൊന്നുമല്ല, വെറുതെ നിൽക്കുമ്പോൾ പുള്ളി ഒരു നോട്ടം നോക്കുകയാണ്. നമ്മൾ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മളൊന്ന് പെട്ടെന്നതും ഒരു ഇതായി. കാരണം എനിക്ക് ഈ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ ഈ VHS കാസറ്റും കണ്ട് അച്ഛനമ്മയും ചീത്തയും പറഞ്ഞ് ഈ അമ്മയൊക്കെ കമലഹാസൻകാരൻ എൻ്റെ മകൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് ഈ നോട്ടത്തിൽ എനിക്ക് വരുന്നത്. ഇനി പലതും വരുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ ചില സംഭവങ്ങൾ, അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഫൺ, ബട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബട്ട് അതൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിട്ടാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ആസ് എ ഫാൻ ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചു. ഐ എം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് എൻജോയിങ് ദറ്റ് പ്രോസസ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തോ ഇല്ലയെന്ന് നമുക്ക് അപ്പം അറിയില്ല. കമൽ സർ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഹി ലവ്സ് ടു ടോക്ക് ഇൻ മലയാളം. മലയാളത്തിലേ സംസാരിക്കും. എനിക്കൊക്കെ വെരി 2-3 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് കമൽ സാറിനെ മീറ്റ് ചെയ്യാൻ. ഐ ഹാവൻ വർക്ക്ഡ് അപ്പൊ മലയാളം. he loves to talk in I'm sure he spoke to you in മലയാളം. ഓൺലി മലയാളം. ഞാൻ പിന്നെ എല്ലാ ചോദ്യം, ഞാൻ പിന്നെ സോമൻ ചേട്ടൻ്റെ കഥകളും തിക്കുറിശി ചേട്ടനും ഇങ്ങനെ തുടങ്ങും. അത് കിട്ടിയ ചാൻസ് പുള്ളിക്കും ഇതൊരു എല്ലാവരുമായിട്ടും ചിലപ്പോൾ കുറേ നാളായിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും പല കഥ. അതുപോലെ ഈ കണ്ണിന്റെ പറഞ്ഞില്ലേ, അത് ചെറിയൊരു കാര്യമില്ല കേട്ടോ. ബിക്കോസ് ഇങ്ങനത്തെ ഈ ഗ്രേറ്റ് ലെജൻഡറി മാസ്റ്റേഴ്സ് എന്നെല്ലാം പറയുന്നത്, ഇപ്പൊ കമൽ സാറൊക്കെ പറയുമ്പോൾ ഇയേഴ്സ് ഓഫ് സാധനയാണ് ആ കണ്ണിന്റെ പവർ. നമ്മളിപ്പോൾ ഗോപിയാസനെ കുറിച്ചും ഡോക്ടർ പത്മ സുബ്രഹ്മണ്യെ കുറിച്ചൊക്കെ പറയുമ്പം ഐ ഹാവ് എക്സ്പീരിയൻസ് ദാറ്റ്. വെൻ യു ലുക്ക് ഇൻടു ദെയർ ഐസ്, നോ, അത് ഇറ്റ് ജസ്റ്റ് സ്പാർക്കിൾ ചെയ്യും കണ്ണുകൾ. അതുപോലെയാണ് ഈ കമൽ സാർ ഉരുക്കിക്കളയും. പ്രതീക്ഷിക്കില്ല. ആക്ച്വലി സംസാരിക്കുമ്പോഴൊക്കെ നോക്കണ്ടല്ലോ, ഓക്കെ പെർഫോം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതാക്കുമ്പോൾ നമ്മളൊന്ന് ഇതായി പോകും. ശബ്ദം സാറിന്റെ അടുത്ത് കേൾക്കാൻ അതൊരു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അനുഭവങ്ങളും ഇവരുടെ. പിന്നെ ഈ മലയാളത്തിൻ്റെ ഞാൻ ഷൂട്ടിംഗ് സ്പോട്ടിൽ ആദ്യം തന്നെ വന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, കണ്ട ഉടനെ ഞാൻ ഹലോ സാർ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വേണുചേട്ടൻ പോയില്ലേ എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് തിങ് പെട്ടെന്ന്. അപ്പോൾ നെടുമുടി വേണുചേട്ടൻ പോയിട്ട് കുറച്ച് മാസം ഞാൻ പറഞ്ഞു, അതെ എന്തൊരു ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ത്യൻ 2 കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ ബഹളം അദ്ദേഹത്തിന് പറ്റാഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വേറെ റൂമിൽ കയറിയിരിക്കും. പിന്നെ അവിടെ പാട്ടാവും, പിന്നെ വാദ്യമേളങ്ങളാവും, അങ്ങനെ മോഡേൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാണ്. അപ്പോൾ ഒരു അതിൻ്റെ ഇടയിൽ ആകെ ലോകേഷ് വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡയലോഗ് കറക്ഷന് വേണ്ടി മാത്രമാകുമ്പോൾ പുള്ളി അപ്പോൾ അതിലിരുന്നിട്ട് ഇതാക്കും. പിന്നെ നോളജ് ഓഫ് എല്ലാവരും ഈ പറയുന്നുണ്ട് ഈ എൻസൈക്ലോപീഡിയ. അത് ഞാൻ ചിലപ്പോൾ ചിലർക്ക് കേട്ടതൊന്നും ഇതെന്താ എൻസൈക്ലോപീഡിയ എന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ നോളജ് അങ്ങനെയാണ്. റെസ്പെക്റ്റീവ് ഓഫ് ഇപ്പോൾ ഒരു ക്യാമറ ആണെങ്കിലും ലെൻസിങ് ആണെങ്കിലും ശരി. അപ്പോൾ അന്ന് ഒന്നുമില്ല, അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് അൺബരീവ് മാസ്റ്റർ പറയായിരുന്നു ഇങ്ങനെ അവരിങ്ങനെ പറയും, എന്നയ്യാ ഇന്നാൾ സാർ ഇപ്പിടി ഇരിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഡിസ്കസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഉടച്ചിട്ട് വരുന്ന കാര്യം കമൽ സാർ ചോദിക്കുകയാണ് എന്താണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു സാർ ഇതാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു ഇതല്ലല്ലോ. അപ്പോൾ ഇല്ല സാർ ഞങ്ങൾ തെലുങ്ക് പടം ഇതൊക്കെ ഹിന്ദി പടത്തിനൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, വേറൊരു സാധനം വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവർ ആണോ നോക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പുള്ളി കൊറിയർ ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. ദിസ് ഇസ് ദ വൺ. അപ്പം ഇങ്ങനെയാണ് ഓരോരോ ഇതൊരു ആക്ടർ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുക. സോ അത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ പോയി. ശരിക്കൊരു ഫിലിം മേക്കറാണ്. അതുകൊണ്ടാണ് ഈ സാറിന്റെ ശബ്ദം പറഞ്ഞതുപോലെ വിനീതേട്ടൻ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ലൂസിഫറിനും മരക്കാരനും സ്റ്റേറ്റ് അവാർഡ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. രണ്ടിനും കൂടെ ചേർത്തിട്ട് ഒരു പ്രാവശ്യം. പിന്നെ ഒന്ന് കൊറിയോഗ്രാഫിക്കാണ് കിട്ടിയത്. അതിന് മുമ്പ് ആദ്യം കിട്ടിയത് കാമ്പോജിക്ക്. ഈ ശബ്ദം ഉപയോഗിച്ചാൽ എനിക്ക് പാച്ചുവും അത്ഭുത വിളക്കിനകത്ത് ആ ശബ്ദം ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ക്യാരക്ടറിന്റെ മാറ്റം ഇല്ലേ, ആ മാറ്റം ശരിക്കും ഫീൽ ചെയ്തത് ആ ശബ്ദം അത്രയും നന്നായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പം അത് ആ സ്ഥലത്താണല്ലോ നമ്മളെല്ലാം ഞെട്ടുന്നത്, ആ ക്യാരക്ടറിനെ ശരിക്കും മനസ്സിലാക്കുന്നത്. ആ സമയത്ത് എന്തായിരുന്നു ഈ ചിന്തിച്ചിരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ക്യാരക്ടറിനെ അവിടെ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. അവിടെ മീറ്റർ കൂടി പോകാൻ പാടില്ല. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്തത്, ഇല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു മനസ്സിനകത്ത് ആ സീക്വൻസ് ചെയ്യുമ്പം ഞാൻ എക്സ്റ്റംപോറായിട്ട് ചെയ്തത് തന്നെ. ഞാൻ ആ സ്റ്റക്കില്ല ആക്ച്വലി. അവിടെ ഒന്നും ഞാൻ ടോൺ റേസ് ചെയ്യട്ടെ, എനിക്ക് ഐ ജസ്റ്റ് കെയിം ടു മീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുന്നു. ബിക്കോസ് എന്താ വെച്ചാൽ ഈ റിയാസിന് ഉമ്മച്ചിനോട് കാണിക്കാൻ പറ്റില്ല ദേഷ്യം. സോ ദാറ്റ് ഹി ടേക്സ് ഓൺ ദിസ് ബോയ്.
സോ ആ ഒരു അതെനിക്ക് അവിടുന്ന് തോന്നി. ആൻഡ് വി ഷോട്ട് ഇറ്റ് ഇൻ ഒരു ഒറ്റ സ്ട്രെച്ചിൽ എടുത്തതാണത്. എൻ്റെ ക്ലോസസ് കൗണ്ടർ ക്ലോസ് ആയിട്ട് ദീദിയുടെ എടുക്കുന്നതിന് മുമ്പേ, വിജി മാമിൻ്റെ എടുക്കുന്നതിന് മുമ്പേ എൻ്റെത് എടുക്കുമ്പോൾ ഐ ഹാഡ് ജസ്റ്റ് അത് അങ്ങനെ ഒരു റിഹേഴ്സലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് ഓൾറെഡി പ്രിപ്പയർഡ് ദ ലൈൻസ്, റഫായിട്ടൊന്ന് പറഞ്ഞു. പിന്നെ വി ടുക്ക് ആ ടേക്കിൽ ജസ്റ്റ് കെയിം ഓഫ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ അതൊരു എക്സ്റ്റെംപോർ ആയിട്ട് വന്നു. എനിക്ക് തോന്നുന്നു അത് ഇറ്റ്സ് ദാറ്റ് പവർ ഓഫ് ദ സീൻ ആൻഡ് ഹൗ ദിസ് മദർ മാനേജസ്. അത് അവർക്ക് പേടിയുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം മകനാണ്. ഈവൻ ഓൾസോ ഹി കനോട്ട് ഷോ ഹിസ് ആങ്കർ ടു ദ മദർ. സോ അതുകൊണ്ട് അതിലൂടെ ഹീസ് കൺവേയിങ് ടു ഹർ യു ബെറ്റർ ബി കെയർഫുൾ. ലൈക്ക് പിന്നെ ഷൗട്ട് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ തിരിച്ച് പറയും അമ്മേൻ്റെ ചിരിച്ചോണ്ടാണ് പിന്നെ അമ്മയോട് സംസാരിക്കുന്നത്. അവിടെയാണ് അവരുടെ നോട്ടം മാറും അവിടുന്ന്. അങ്ങനെ 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 ഒരു സീക്വൻസ് ആണ് അത്. ഈ പണ്ടത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വിനീതേട്ടനുണ്ട് ഞങ്ങളുടെ മലയാള സിനിമയിൽ. അപ്പോൾ കവിളുകളിലും ഭയങ്കര രസമുള്ള നമ്മുടെ മനസ്സിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഒലച്ചിട്ടുള്ള സിനിമയാണ്. അക്ഷരങ്ങൾ മുതൽ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയതാ. പക്ഷെ അതിനപ്പുറത്തേക്ക് അമൃതംഗമയയിലെ വിനീതേട്ടനുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഒരുപക്ഷെ നമ്മളെ ഇന്നും വേദനിപ്പിക്കുന്ന ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അമൃതംഗമയ. അതേപോലെ ക്യൂട്ട്നെസ് ഉള്ള വേറെ ഇപ്പോൾ മുത്തശ്ശി കഥയിലൊക്കെ ഉണ്ടെങ്കിലും ഈ അമൃതംഗമയ പോലെ ഉപയോഗിച്ചിട്ടുള്ള കളിപ്പാട്ടത്തിൽ ഒറ്റ സീനിൽ വന്നിട്ട് വേറൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ മറ്റേ ആളുടെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടാമത്തെ ആളെന്നുള്ള രീതിയിലുള്ള അത്തരം ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഇല്ലേ, അത് ഭയങ്കര സുഖമുള്ള ഓർമ്മയല്ലേ ഇപ്പോഴും. പിന്നെ അമൃതംഗമയൊക്കെ എം ടി സാറിന്റെ ക്യാരക്ടേഴ്സ് അല്ലേ അതൊക്കെ. അത് അതിൽ ആ ഒരു സീക്വൻസേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ സ്ക്രിപ്റ്റില് എവറി ഒരു വെറുതെ ഒരു സീക്വൻസിൽ വരുന്ന ചെറിയ എന്തെങ്കിലും ഒരു അൺഅസ്യൂമിങ് ക്യാരക്ടർ, പക്ഷെ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. അതായിരുന്നു എം ടി സാറിന്റെ കഥാപാത്രങ്ങളുടെ പവർ. മെനി ഓഫ് ഹിസ് ഫിലിംസ് നമ്മൾ ഇന്നിപ്പം വെൻ യു റീവിസിറ്റ് ലോട്ട് ഓഫ് ഹിസ് ഫിലിംസ് ഒരു അര സീനിലൊക്കെ വരുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അത് മനസ്സിൽ നിൽക്കും നമുക്ക്. ഇപ്പം ആരണ്യകത്തില് കാളിത്തള്ള എന്നിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഒരു ആദിവാസിയിൽ ശാരദാമ്മ, അത് നമ്മുടെ ശാരദ, കോഴിക്കോട് ശാരദ ചേച്ചി ഇല്ല, ഉമ്മർക്കയും ശാരദ ചേച്ചി, ഭാരത് സാറിന്റെ എല്ലാ പടത്തിലും ഉണ്ടാവും. അവരൊരു അപാര ആക്ട്രസ് ആണ്, തിയേറ്റർ ആക്ട്രസ് ആയിരുന്നു ശാരദ ചേച്ചി. ആ ഒരു ചെറിയ അത് ഇന്നും ആ പടം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ മനസ്സിൽ നിൽക്കും. അല്ല, ദാറ്റ് ഈസ് എ പവർ ഓഫ് എം ടി സാർസ് റൈറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് എ ക്യാരക്ടർ. അതുപോലെയാണ് ഈ ഉണ്ണികൃഷ്ണനും എല്ലാം. ബിക്കോസ് അതിൻ്റെ മെയിൻ ത്രെഡ് ഈ നമ്പൂതിരിനെയും മകളെയും ഈ ചേട്ടനെയും ചുറ്റിപ്പറ്റിയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ലൈക്ക് അത് മുത്തശ്ശി കഥയില് ഈ രസമുള്ളൊരു കാലം കാണിക്കുന്നുണ്ട്. ആ വിനീതില്ലേ, ആ വിനീത് ഇടയ്ക്കിടയ്ക്ക് മലയാളികളുടെ ഓർമ്മയിലേക്ക് വരും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പടം റീവിസിറ്റ് ചെയ്യുമോ? പടം റീവിസിറ്റ് ചെയ്തിട്ട് ഞാൻ സോങ്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും അയച്ചു തരും. സാറിന്റെ പാട്ട്. അല്ല, ആ സമയത്ത് ഐ വാസ് ഓൾസോ ഓൺലി 16 or 17 ഒക്കെ ആവുന്ന ടൈമാണ്. മധുര 17 ആ സമയത്ത് ടൈംസ് ആർ ഡിഫറെന്റ്. 17 ഏറ്റവും വലിയ ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്തു. അതെ എല്ലാം കിടു ഹരിഹരൻ സാറ് എല്ലാം ലെജൻസിന്റെ കൂടെ. അത് ഭയങ്കര ഒരു ഭാഗ്യല്ലേ. പിന്നെ പത്മനാഭ സാറ്. എന്റെ മൂന്നാമത്തെ പടമായിരുന്നു മുന്തിരിത്തോപ്പ്. അത് കോമ്പിനേഷൻ നോക്കണേ, ലാലേട്ടൻ തിലകൻ, പൊന്നമ്മ ചേച്ചി, പത്മനാഭ സാറ്. അവിടെയൊക്കെ നിന്ന് ഞാൻ ഇങ്ങനെ ഉരുകിയത് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഉരുകിയെന്ന് പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിരുന്നു. ബിക്കോസ് ഒന്നും മോഡുലേഷനും അറിയില്ല എനിക്ക്. മാത്രമല്ല അത് എൻ്റെ പ്രായത്തിലൊക്കെ അതായത് ലാലേട്ടൻ്റെ ബഡിയാണ് ആന്റണി. ഞാൻ 10th കഴിഞ്ഞ് +1 പോകുന്ന സമയത്താണ് ഈ ക്യാരക്ടറിന് പോകുന്നത്. സോ യു കെൻ ഇമാജിൻ. ഇന്നത്തെ കുട്ടികളെ പോലെ അല്ല, അന്നത്തെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വാസ് വെരി ഡിഫറെന്റ്. ഇന്നത്തെ പോലെ എക്സ്പോഷർ ഇല്ല. there is a lot of restriction was there and we had a lot of അങ്ങനെയാണ്. I also grew up in a boarding and all that. So എനിക്ക് ജനറലി ഈ അടിച്ചുപൊളി ചെത്തല് അതൊന്നും എൻ്റെ സിസ്റ്റമിലേ ഇല്ല. ഇവര് ഡിസ്കസിങ് അബൌട്ട് നെയ്ബർഹുഡിലെ 2 പെൺകുട്ടികളുടെ കുട്ടിയാണ്. എടാ മറ്റേ പെണ്ണെന്നൊക്കെ പറഞ്ഞ ഇതാണ്. എനിക്കതൊന്നും കണക്ട് ചെയ്യാൻ കൂടെ പറ്റില്ല അന്ന്. സോ അത് ലാലേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പം നിന്ന് ഇങ്ങനെ ഉരുകുന്ന സമയമായിരുന്നു അത്. ടെൻഷനും
ഡയലോഗ് മെമ്മറൈസ് ചെയ്യാൻ അതുണ്ടായിരുന്നു, പക്ഷെ എന്നാലും പെർഫോം ചെയ്യേണ്ടത്. പക്ഷെ അതില് അവിടെയൊക്കെ ഡബിങ് ആർട്ടിസ്റ്റിനാണ് ഞാൻ അതെ താങ്ക്സ് പറയുന്നത്. ഇപ്പം അതില് നന്ദൻ, നമ്മുടെ ചന്ദ്രമോഹൻ സാറിന്റെ ബ്രദർ, ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞൊരു വെരി സീനിയർ ഡബിങ് ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന്റെ ബ്രദർ നന്ദൻ എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം, എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല. ആ പടം അദ്ദേഹമായിരുന്നു ചെയ്തത്. റഹ്മാനൊക്കെ ഒരുപാട് പടങ്ങൾ, പത്മനാഭന്റെ പടങ്ങളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. സോ നോട്ട് കൃഷ്ണേന്ദ്രനാണ് എൻ്റെ ഒരുവിധ എല്ലാ പടങ്ങളും കൃഷ്ണേന്ദ്രനായിട്ടുണ്ട്. ബിക്കോസ് മോഡുലേഷനൊക്കെ മസ്റ്റ് ഹാവ് ബീൻ, ഐ കൻ ജസ്റ്റ് ഇമാജിൻ. ഇന്ന് ഞാൻ വിചാരിക്കും ആ ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ എന്തായിരിക്കും എൻ്റെ പൈലറ്റ് കേട്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവും. കൃഷ്ണേന്ദ്രനോട് ഞാൻ വിചാരിക്കാറുണ്ട്. ബിക്കോസ് എല്ലാം ഹാർഡ് കോർ ഇന്റൻസ് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഞാനൊക്കെ ഈ ഇങ്ങനെയുള്ള ഒച്ചയും വെച്ചിട്ട്, അന്ന് ഈ ട്രാൻസിഷൻ ടൈമാണല്ലോ, ടീനേജ് ടു ഒച്ച മാറുന്ന സമയം. അപ്പൊ എന്നാണ് ഒച്ച. ആ ഒച്ച കേൾക്കണമെങ്കിൽ നിങ്ങൾ പ്രണാമം കാണണം. അതിൽ ഞാനാണ് ഡബ് ചെയ്തത്. ഭരതേട്ടൻ എടാ നീ ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഞാൻ മെഡ്രാസില് വേറെന്തിനും പോയ സമയത്ത് ഭരതേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു പ്രണാമത്തില്. എന്റെ ഒറിജിനൽ സൗണ്ട് അതിൽ നിങ്ങൾക്ക് കേൾക്കാം. അതായിരുന്നു ശബ്ദം. സോ ഇമാജിൻ നക്ഷത്രങ്ങൾ എന്നോട് ആ വോയിസിൽ വന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ടു കൃഷ്ണേന്ദ്രേട്ടൻ. അദ്ദേഹം ജീവൻ കൊടുത്ത കുറെ ക്യാരക്ടേഴ്സിന്. ഋതുഭേദം, എം ടി സാറിന്റെ എല്ലാ പടങ്ങളും, പരിണയം, ഋതുഭേദം, ഇൻക്ലൂഡിങ് കാബുളിവാല, അമലദളം, അതെല്ലാം ഗസൽ മുതലാണ് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങി. ഓ അടിപൊളി. ഒരുപാട് പടങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു പടം കൂടെ ചോദിച്ചോട്ടെ. ചന്ദ്രമുഖി ആ സമയത്ത് എന്താ ഒരു തമിഴില് ശരിക്കും ഒരു ബ്രേക്ക് വന്നതിന് ശേഷം പിന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു ആ പടം? അല്ല, കുറെ കാലത്തിന് ശേഷം തമിഴില്. അതിനു മുമ്പ് ചന്ദ്രമുഖി വാസ് 2005. ബ്രേക്ക് ഒക്കെ 94, 95 ആ സമയത്തൊക്കെ ഏർലി 90s ഞാൻ കുറെ തമിഴ് പടങ്ങൾ ചെയ്തു. ചന്ദ്രമുഖിയുടെ എക്സ്പീരിയൻസ് അത് രജനി സാർ തന്നെ, നരേൻ കമൽ സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ അദ്ദേഹത്തിനൂടെ ഒക്കെ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കില്ലേ സാർ, ഒരു ഫോട്ടോ, അതുപോലെയാണ് ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രെയിമിൽ വന്നാൽ തന്നെ അതൊരു ഭയങ്കര റെക്കഗ്നിഷനാണ് ഒരു ആക്ടർക്ക്. ബിക്കോസ് അങ്ങനത്തെ ഒരു സ്റ്റാർഡം മാത്രമല്ല, ഐ മീൻ ഹീസ് കൺസിഡേർഡ് ആസ് ഒരു ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് ആൻഡ് ഹിസ് ഫോളോയിങ്. തമിഴ് സിനിമയിൽ അദ്ദേഹത്തിനുള്ള ഒരു ആരാധകർ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ, അങ്ങനത്തെ ഫാൻസാണ്. അപ്പം എനിക്ക് കിട്ടിയ വലിയൊരു ബ്ലെസ്സിങ് അതിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ്, എൻ്റെ ഒരു ഡാൻസിങ് സൈഡ് അതിലൂടെ രജനി സാറിന്റെ പ്രസൻസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത്. ഒരുപാട് പേര് അങ്ങനെയാണ് ഐ വാസ് എ ട്രെയിൻ ഡാൻസർ എന്ന് തന്നെ അറിഞ്ഞത്. നോബഡി ന്യൂ ഐ വാസ് എ ഡാൻസർ തമിഴില്. മലയാളത്തിൽ ചെറിയ കുറച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, പക്ഷെ തമിഴില് ദിസ് വാസ് ഒരു അനദർ അവന്യൂ ഓപ്പൺ ഫോർ മീ. എത്ര പ്രോഗ്രാംസ് ആണ് അതിനായിട്ട് ഞാൻ ചെയ്തത്. സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെ എന്നൊക്കെ പറഞ്ഞ് തമിഴ് ഓഡിയൻസിന്. മലയാളത്തിൽ അറിയാം. പത്മിനി, രാഗിണി, ശോഭന ചേച്ചി, അത് ആ ഒരു ഐ ആം എ ട്രെയിൻ ഡാൻസർ എന്നുള്ളത് തമിഴില് നോബഡി ന്യൂ. സോ അത് ഇറ്റ് വാസ് ത്രൂ ചന്ദ്രമുഖി. അടിപൊളി. എക്കോയെ കുറിച്ച് പരമാവധി സംസാരിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും ഈ വിഷ്വൽസ് ഇങ്ങനെ തന്നെ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ടോ? അതെ, എങ്ങനെയാണ് വന്നേക്കുന്നത് പടം? നന്നായിട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തത് ഇതൊരു സ്ക്രിപ്റ്റ് വൈസിലും ഡ്രൈ ഒരു ടെറൈൻ ആയിരുന്നു മുന്നേ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോ കാരണം കൊണ്ട്, ലൈക്ക് ആർട്ടിസ്റ്റ് അവൈലബിലിറ്റി എല്ലാം കൊണ്ട് കുറച്ച് ഡിലേ ആയി. ആ സമയത്ത് മഴ സീസൺ തുടങ്ങി. ഈ സീസണിലാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈവൻ ട്രിവാൻഡ്രം മുതൽ നമ്മൾ ലൊക്കേഷൻ കണ്ടു തുടങ്ങിയതാണ്. പക്ഷെ ലാസ്റ്റ് എത്തിയത് കാഞ്ഞാറ് ആൻഡ് ഈ കുളമാവ് ഇങ്ങനത്തെ ഏരിയയിലായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ടെറൈൻ ടോട്ടലി ഡിഫറെൻ്റ്. ആ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കണ്ട ഒരു വിഷ്വൽ അല്ല ഇപ്പം കാണുന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. ബാഹുൽ എഴുതിയത് ഒരു കർണാടക ബോർഡർ എന്നുള്ള ഒരു ഏരിയ, നമ്മുടെ കണ്ണൂർ കർണാടക ബോർഡറിൽ നിന്ന് ആ ഏരിയൻ്റെ ഒരു മനസ്സിൽ വെച്ചിട്ടാണ് അത് കൺസീവ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഗോൾഡൻ ഗ്രാസ് എന്നുള്ള ഒരു മലകളിൽ നമ്മൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നമ്മൾ ഗോവയിലും പോകുന്ന സൈഡിൽ ഒരു ടെറൈൻ കാണാറുണ്ടല്ലോ, ഈ ഭയങ്കര ഗോൾഡൻ ഗ്രാസസ് എല്ലാം ഉള്ള ടെറൈൻ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലും കറക്റ്റായിട്ട് എന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതായിരുന്നു കിട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ടൈം ഡിലേ എല്ലാം കാരണം നമ്മൾ തുടങ്ങിയത് മഴ സീസണിലാണ്, ജൂലൈ ഓഗസ്റ്റ് സീസൺ. പക്ഷേ പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ ലൈക്ക് മഴ, മൂടൽ മഞ്ഞ്, ഇതെല്ലാം കൊണ്ട് വേറൊരു വിഷ്വലാണ് നമുക്ക് കിട്ടിയത്.
അതിപ്പം നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡ് ഓൺ ആണ് അത്. ഭയങ്കര നമ്മൾ പടത്തിന് നല്ലൊരു ലിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷ്വൽ കാണുമ്പോൾ. അതെ അതെ, ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പുള്ള വിഷ്വല്, ഒരു ചായയും കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പടം സൂപ്പർ ആകും എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. അതാണ് നമുക്കൊരു ബ്ലസ്സിങ്. പറഞ്ഞ പോലെ വിനീതേട്ടൻ പറയാം, എന്തോ ഒരു ബ്ലസ്സിങ് ആണ്. ഞാൻ എപ്പോഴും ബാഹുലിനോട് എപ്പോഴും പറയുന്നത്, നമുക്ക് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ഒരു എല്ലാം ഈ പൊടിക്കൈ ലാസ്റ്റ് പല കാരണം കൊണ്ടും അങ്ങനെ വന്നു ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ വേറൊന്ന്, നമ്മൾ ഈ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ഇങ്ങനത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരു വയ്യായ മീൻസ് അപകടമല്ല ഉദ്ദേശിച്ചത്, തീരെ വയ്യായ്മ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ യു കാണ്ട്, ഇതിപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് വരും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലല്ല ഇരിക്കണതേ. അല്ല ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് തന്നെ സെറ്റിൽ വന്നിട്ടുണ്ട്. ബാഹുലിനുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അതാണ് കാറ്റ്. നമ്മൾ കാറ്റെല്ലാം നമ്മൾ അഥവാ ആലോചിച്ചാൽ പോലും നമ്മൾ അന്നെല്ലാം മഴ സീസൺ തുടങ്ങിയ സമയം അല്ല, അതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കാറ്റ് വേണമെന്നെല്ലാം എക്സ്ട്രാ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കാറ്റിന്റെ പ്രസൻസ് ഉണ്ടാവണം എന്നുള്ള ഒരു ആലോചനയിലുണ്ടായിരുന്നു. പക്ഷെ ഇത് മഴയെല്ലാം പെയ്തോ കൊടുങ്കാറ്റ് അതുപോലെ ചില സീനൊക്കെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ട് എന്നിട്ട് പക്ഷെ പെട്ടെന്ന് ക്ലിയർ ആവും, എന്നിട്ട് അഗൈൻ ആ മിസ്റ്റ് വേണം എന്നാലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് വന്നു. അതെ, അങ്ങനെ ഒരുപാട് ഭയങ്കര, അതായത് ഈ നാച്ചുറൽ മിസ്റ്റിന്റെ ഒരു പ്രസൻസ് വരിക എന്നുള്ളതും അതും എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്താലും ഒരു വാസ്റ്റ് ഏരിയയില് ചെയ്യുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു പടം എനിക്ക് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം വിഷ്വലി. അതെ അതെ അതെ. അതേപോലെ ഇതിന്റെ ഡോഗ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ അതൊക്കെ സഹകരിച്ചോ നിങ്ങളുടെ വിഷ്വലിന്? 100%. ഇതില് ഡോഗ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ക്യാരക്ടറാണ്. നമ്മൾ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം അതാണ് നമ്മൾ വിചാരിച്ച പോലെ. ഇനി നിങ്ങൾ കണ്ടിട്ട്. അതെ അതെ, കണ്ടിട്ട് അഭിപ്രായം. സന്ദീപ്, ആ വിഷ്വൽസിലൂടെ പോകുമ്പോൾ അഭിനയത്തിന് അപ്പുറത്തേക്ക് ഒരു ആസ്വാദനം ഉണ്ടായിരിക്കുമല്ലോ, ഇടയ്ക്കൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ട് എക്സ്പ്ലോർ ചെയ്തത് സന്ദീപ് തന്നെയാണോ? അതെ ആയിരിക്കാം, എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്തത് കംപ്ലീറ്റ്ലി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുന്നത്. വിനീതേട്ടനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കിത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. ഇങ്ങനെ ഒരു ടെറൈനിൽ ഷൂട്ട് ചെയ്യുക, ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സോ എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. ഈ കിഷ്കിന്ധാണ്ടത്തിന്റെ ഓഡിയൻസ് ഓൾറെഡി നമുക്കുണ്ട്, അപ്പോൾ സന്ദീപിന്റെ ഓഡിയൻസ് ഉണ്ട്. പക്ഷെ നഗരങ്ങൾക്കപ്പുറത്തേക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഗ്രാമങ്ങളിൽ ഇത് എങ്ങനെയാണ് പടം എത്തുക എന്നുള്ളതും അവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും നമുക്ക് ഫസ്റ്റ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവാൻ. പക്ഷെ എങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട്. ഇത് ഒരു അമിത പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ടീസറൂടെ കണ്ടപ്പോൾ നമ്മൾ വേറെ ലെവലായി. അതുവരെ നമ്മൾ കുഴപ്പമില്ല, കിഷ്കിന്ധാണ്ടത്തിന്റെ ഡയറക്ടേഴ്സ് അല്ലെ അവരുടെ മേക്കേഴ്സ് ഒരു പടം കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ മറികടക്കും ഒന്നും കൂടെ? അല്ല, അത് എനിക്ക് തോന്നുന്നു സിനിമ വിൽ സേ, അല്ലെങ്കിൽ സിനിമ തന്നെ അത് സംസാരിച്ചോളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഈ സിനിമ അങ്ങ് സംസാരിച്ചോളൂ. പിന്നെ തീർച്ചയായിട്ടും ഇവര് ഓൾറെഡി ഇവരുടെ പ്രീവിയസ് സിനിമ സംസാരിച്ചു. കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കട്ടെ. പുറത്തുനിന്നുള്ള കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഞാനതൊരു സസ്പെൻസ് എലമെന്റ്സ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണിച്ച പോസ്റ്റേഴ്സിൽ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്നുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അതും ഒരു രസമുള്ള ഫാക്ടർ ആയിരിക്കും അല്ലേ? നമ്മൾ അവിടെ ഓഡീഷൻ ചെയ്തിട്ട് എടുത്താണ് മലേഷ്യൻ ആർട്ടിസ്റ്റിനെ. അതെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവരെ കിട്ടിയത് പോലും നമുക്ക് ഭയങ്കര ഭാഗ്യമെന്ന് പറയുന്നത്. ലാസ്റ്റ് മൊമെന്റിലായിരുന്നു നമുക്ക് ഇന്ന് ആർട്ടിസ്റ്റിനെ കിട്ടിയതെന്ന്. അതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടൊന്നും ഒരു പ്രോപ്പർ ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടില്ല. നമുക്ക് പറ്റിയ ഒന്ന് കിട്ടിയാൽ കൂടെ ചില ദിവസം ബഡ്ജറ്റ് വൈസ് നമുക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്കൊന്ന് ഷൂട്ടിൻ്റെ ഒരു 1 വീക്ക് ബാക്കാണ് നമ്മുടെ ജയറാം പ്രൊഡ്യൂസർ, മൂപ്പര് കുറച്ച് മലേഷ്യയായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒരു 3 ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അതൊരു അടിപൊളി. അപ്പൊ ഇനി നമുക്ക് തിയേറ്ററിൽ കാണാം. ഞാൻ എന്തായാലും FDFS ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടില്ലെങ്കിൽ അത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു
എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു സംഗതി പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കുറയരുതല്ലോ. അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ കാണും. തീർച്ചയായിട്ടും എല്ലാവരും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ വരിക. ഇവർ പറയണ കേട്ടിട്ട് അടിപൊളിയായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു രാജേഷ്.